ത്രിയേക ദൈവത്തിന് സ്തുതി. കാക്കയവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്നും അവൻ കുടിക്കും. 1 രാജാക്കന്മാർ 17 ഈ വചനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയുടെ പേര് ഏലിയാവും കാക്കയും. ഇസ്രായേൽ എന്ന രാജ്യത്ത് ആഹാബ് എന്നു പേരുള്ള ഒരു ദുഷ്ടനായ രാജാവും ഇസബേൽ എന്നു പേരുള്ള ഒരു ദുഷ്ടിയായ രാജ്ഞിയും ഉണ്ടായിരുന്നു. അവർ യഹോവയ്ക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ കുറ്റങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവർ കല്ലും മണ്ണും വെച്ച് ഒരു വലിയൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി. അവരതിന് ബാൽ എന്ന് പേരിട്ടു. ആ ബാൽ വിഗ്രഹത്തെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. അവർ മാത്രമല്ല, രാജാവ് ജനങ്ങളോടും ഈ വിഗ്രഹത്തെ ഇനി നിങ്ങൾ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കരുത്, ഈ വിഗ്രഹത്തിന് മുമ്പിൽ മാത്രമേ തല ഒലിക്കാവൂ എന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ എല്ലാ ജനങ്ങളും ബാൽ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബാൽ വിഗ്രഹത്തിന് അനേക ക്ഷേത്രങ്ങളുണ്ടായി. ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുവാനും ബാൽ വിഗ്രഹത്തെ പറ്റി ജനങ്ങളോട് പറയുവാനും രാജാവ് ജോലിക്കാരെ നിയമിച്ചു. ജോലിക്കാർ ജനങ്ങളോട് ഈ വിഗ്രഹത്തെ ആരാധിച്ചാലേ നിങ്ങൾക്ക് മഴ ലഭിക്കുകയുള്ളൂ എന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ലഭിക്കുകയുള്ളൂ എന്നുള്ള കള്ളം ജോലിക്കാർ പറഞ്ഞു. ദൈവമാണ് ഇതൊക്കെ നമുക്ക് തരുന്നതെന്ന് ആ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാ ജനങ്ങളും ബാൽ വിഗ്രഹത്തിന് ചുറ്റും നൃത്തം ചെയ്യുവാനും ബാൽ വിഗ്രഹത്തെ ആരാധിക്കുവാനും തുടങ്ങി. ബാൽ വിഗ്രഹത്തെ ആരാധിക്കാതെ, രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ ഒരപ്പച്ചനുണ്ട്. ആ അപ്പച്ചന്റെ പേര് ഏലിയാവ് അപ്പച്ചൻ. അവൻ സത്യസന്ധനാണ്, ധൈര്യശാലിയാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവനുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഏലിയാവ് അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, ഇത്രയും കാലം ഞാനല്ലേ ഇവിടെ മഴ പെയ്ച്ചതും നിങ്ങൾക്ക് ആഹാരം തന്നതും, എന്നിട്ടും ഇവരെന്നെ മറന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവരെന്നെ ഓർക്കുന്നത് വരെ ഞാൻ ഈ നാട്ടിൽ മഴ പെയ്യുകയില്ല. ഇവിടെ ഞാൻ ഒരു വലിയ ക്ഷാമം വരുത്തും. ഈ കാര്യം പോയി നീ രാജാവിനോട് ചെന്ന് പറയും. ഏലിയാവ് അപ്പച്ചൻ ധൈര്യവാനായി രാജാവിനടുത്തേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇവിടെ ഇനി മഴ പെയ്യുകയില്ല. ഇവിടെ ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നു. യഹോവയായ ദൈവമാണ് നമുക്ക് മഴ തരുന്നത്, നമുക്ക് ആവശ്യമുള്ള ആഹാരം തരുന്നത്. ഇത് ഈ ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ ഇവിടുത്തെ ക്ഷാമം തീരും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഏലിയാവിന്റെ മുമ്പിൽ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, ഇവിടുത്തെ ക്ഷാമം തീരുന്നത് വരെ നീ ഈ രാജ്യത്തിന് പുറത്തുള്ള കിരീത്ത് തോട്ടിനരികെ താമസിക്കണം. അവിടെ നിനക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഏലിയാവ് അപ്പച്ചൻ കിരീത്ത് തോട്ടിനരികെ താമസിച്ചു. ഏലിയാവ് അപ്പച്ചൻ ദാഹിക്കുമ്പോൾ തോട്ടിൽ നിന്നും വെള്ളം കുടിക്കും. ഏലിയാവ് അപ്പച്ചന് വിശക്കുമ്പോഴോ കാക്ക രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊരു ദിവസമല്ല കൂട്ടുകാരെ, രാജ്യത്തെ ക്ഷാമം തീരുന്നത് വരെ കാക്ക ഏലിയാവ് അപ്പച്ചന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന്, നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ ഏത് ക്ഷാമമായാലും ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതിക്കോളും. നമുക്കും ദൈവത്തെ അനുസരിക്കുന്നവരായി വളരാം. നന്ദി.